മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തിയറീസ് ആയിരുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്ലാസിക്കൽ തിയറീസും ഒപ്പം തന്നെ നിയോ ക്ലാസിക്കൽ തിയറീസും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. കാണാത്തവർക്ക് ആ ക്ലാസ്സുകൾ കണ്ടു പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസാണ്. അതായത് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയിൽപ്പെടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ്. അതിൽ കണ്ടിൻജൻസി തിയറി വരുന്നുണ്ട്, സിസ്റ്റം തിയറി വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഓർ മാത്തമാറ്റിക്കൽ തിയറി, ഓപ്പറേഷണൽ തിയറി, അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഇപ്പോൾ എന്താണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. മോഡേൺ മാനേജ്മെൻറ്റ് തിയറി ഹൈലൈറ്റ്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദെയർ നീഡ്സ്, മോട്ടീവ്സ്, ആസ്പിറേഷൻസ് ആൻഡ് പൊട്ടൻഷ്യൽസ്. അതായത് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി ഉയർത്തിക്കാട്ടുന്നത് അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നത് ദ കോംപ്ലക്സിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ്റെ ഒരു സങ്കീർണമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനും ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളും. ആൻഡ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദെയർ നീഡ്, പലതരത്തിലുള്ള ആവശ്യങ്ങളുള്ള ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള രീതികൾ ഉൾപ്പെടുന്നതാണ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് കോംപ്ലക്സിറ്റി ഉണ്ടെന്ന് പറയുന്നത്, സങ്കീർണമാണെന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും. അവരുടേതായിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ടിയും പല കാര്യങ്ങൾക്ക് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടാവും. അതാണ് മോട്ടീവ്സ്. ആസ്പിരേഷൻസ്, അതും അവരുടെ ആഗ്രഹത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ആൻഡ് പൊട്ടൻഷ്യൽസ്, വിവിധ കഴിവുകളുള്ള ആളുകളുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ മതിയാവും. ദർ ഈസ് നോ സിംഗിൾ മാനേജീരിയൽ സ്ട്രാറ്റജി ദാറ്റ് വർക്ക്സ് ഫോർ ഓൾ പീപ്പിൾ അറ്റ് ഓൾ ടൈംസ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളുള്ള, വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളുള്ള, കഴിവുകളുള്ള ആളുകളെല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു സിംഗിളായിട്ടുള്ളൊരു മാനേജീരിയൽ സ്ട്രാറ്റജി, ഒരു മാനേജ്മെൻറ്റ് രീതി, മാനേജ്മെൻറ്റ് തന്ത്രം ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുക. അപ്പോൾ മാനേജേഴ്സ് ക്യാൻ എംപ്ലോയ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് ഡിഫറെൻറ്റ് ടൈമിൽ പല സമയങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കേണ്ടി വരുന്നു ഫോർ ഡിഫറെൻറ്റ് പേഴ്സൺസ്. അതായത് നമ്മൾ ഡീൽ ചെയ്യുന്ന മനുഷ്യർ അത് ഏത് തരത്തിലുള്ള ആൾക്കാരാണോ അതിനനുസരിച്ച് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയിലും മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അനലിറ്റിക്കൽ ടൂൾസ് മേ ബി യൂസ്ഫുൾ വൈൽ അപ്ലൈയിങ് മാനേജീരിയൽ സ്ട്രാറ്റജീസ്. ഇപ്പോൾ മാനേജീരിയൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ അനാലിസിസ്, അത് വിശകലനം നടത്തി നോക്കേണ്ടതാണ്. ദി ഇമ്പോർട്ടൻറ്റ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് അറൈസിങ് ഔട്ട് ഓഫ് ദി കോംപ്ലക്സ് എംപ്ലോയി വ്യൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കോംപ്ലക്സ് ആയിട്ടുള്ള എംപ്ലോയീസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിൽ പ്രധാനപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം തിയറി ഉണ്ട്, കണ്ടിൻജൻസി തിയറി ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഓർ മാത്തമാറ്റിക്കൽ തിയറി ഉണ്ട്. അതുതന്നെയാണ് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം നൽകിയിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഓപ്പറേഷണൽ അപ്രോച്ച്, ഓപ്പറേഷണൽ തിയറി എന്നുകൂടി അതുകൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഓർ മാത്തമാറ്റിക്കൽ തിയറി എന്നുള്ളത് എന്താണെന്നുള്ളത് നോക്കുക. മാനേജ്മെൻറ്റ് സയൻസ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് മാനേജീരിയൽ പ്രോബ്ലംസ് ആൻഡ് ടു പ്രൊവൈഡ് സ്യൂട്ടബിൾ സൊല്യൂഷൻസ് ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തഡോളജി. അപ്പോൾ ഇവിടെ നമുക്ക് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച്, സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശാസ്ത്രം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് സയൻസ് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാനേജീരിയൽ പ്രോബ്ലംസ്, മാനേജീരിയൽ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആദ്യം ആളുകളുടെ പ്രശ്നങ്ങൾ, സ്ഥാപനത്തിൻ്റെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആൻഡ് ടു പ്രൊവൈഡ് സ്യൂട്ടബിൾ സൊല്യൂഷൻസ്, ആ പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തഡോളജി, ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ മാനേജീരിയൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ സയൻറ്റിഫിക് റിസർച്ച് എഫോർട്ട് ഇൻ ടു സോൾവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ്, മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച്, അതായത് ശാസ്ത്രീയമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുന്നു. ദ സ്കൂൾ പ്രൂവ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കുന്നതിന് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബേസിസ്, അതിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുക. മാനേജ്മെൻറ്റ് ഓർ ഡിസിഷൻ മേക്കിംഗ് ഈസ് എ ലോജിക്കൽ പ്രോസസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കൽ പ്രോസസ്സാണ്. യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്, ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി മാത്തമാറ്റിക്കാലുള്ള സിമ്പലുകൾ, റിലേഷൻഷിപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമുക്ക് മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഫോർമുലകളും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും. The school of thought contributed much to the management by providing tools and techniques to decision-making capacity of managers by analyzing different alternatives in a scientific manner. സയൻറ്റിഫിക് മാനറിൽ ശാസ്ത്രീയമായ രീതിയിൽ പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് നോക്കിയിട്ട് അതിനുശേഷമാണ് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവാണ് മാനേജ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ മേക്കിംഗ് നടത്തുക. അപ്പോൾ ദീസ് മെത്തേഡ്സ് ആർ റാദർ യൂസ്ഫുൾ ഇൻ സോൾവിങ് ദ ഫിസിക്കൽ പ്രോബ്ലംസ് ഓഫ് മാനേജ്മെൻറ്റ് സച്ച് ആസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെൻറ്ററി കൺട്രോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള മെത്തേഡുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ ഫിസിക്കൽ പ്രോബ്ലംസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇൻവെൻറ്ററി കൺട്രോളിൽ. അപ്പോൾ ഇൻവെൻറ്ററി കൺട്രോളിലൊക്കെ നമുക്ക് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ രീതിയൊക്കെ ഉണ്ട്. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അത് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് പ്രകാരം നമ്മൾ മാനേജീരിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും വേണ്ടി നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സയൻറ്റിഫിക് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ഈ രണ്ടാമത്തേത് സിസ്റ്റം അപ്രോച്ചാണ്. സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ അനദർ ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് അപ്രോച്ചിങ് ആൻ ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം. ഇവിടെ ഓർഗനൈസേഷനെ ഒരു സിസ്റ്റമായിട്ട് കാണുകയാണ്. സിസ്റ്റത്തിൽ അതിൻ്റെ കീഴിൽ തന്നെ ഡിഫറെൻറ്റ് സബ് എലമെൻറ്റുകളുണ്ടാവും, അതായത് സബ് സിസ്റ്റം ഉണ്ടാകും. അതൊരു സിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ജോയിൻ ടുഗദർ ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ്. നമ്മളൊരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടി നമ്മൾ കുറേ എലമെൻറ്റുകൾ ജോയിൻ ചെയ്ത് വയ്ക്കുമ്പോൾ അതിനെ മുഴുവനായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? സിസ്റ്റം എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് നമ്മൾക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടിച്ചേരുമ്പോഴാണ് നമ്മളൊരു സ്ഥാപനം മുഴുവനാകുന്നത്, അല്ലേ? അവിടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതെല്ലാം ആ ഒരു സിസ്റ്റത്തിലെ ഓരോ എലമെൻറ്റുകളാണ് അല്ലെങ്കിൽ സബ് സിസ്റ്റമാണ്. ഈ സബ് സിസ്റ്റം ഓരോ എലമെൻറ്റുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഹോൾ സിസ്റ്റം മുഴുവനായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാവുക. എ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ എലമെൻറ്റ്സ് നോൺ ആസ് സബ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ സബ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ചെറിയ എലമെൻറ്റുകളുണ്ടാവും. ദാറ്റ് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ്. ഇതെല്ലാം തന്നെ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, പരസ്പരം ആശ്രയിക്കുന്നതാണ്, പരസ്പര ബന്ധമുള്ളതാണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്, അല്ലേ? അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും അവരെടുക്കുന്ന തീരുമാനങ്ങൾ പരസ്പരം സ്വാധീനം ചെലുത്താനാണ്, അല്ലേ? അതുകൊണ്ടാണ് അതിനെ ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. ദിസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ ആൻഡ് ഡിസിഷൻസ് ആർ ടേക്കൺ ഫോർ ഈച്ച് സബ് സിസ്റ്റം വിച്ച് ഇൻ ടേൺ ഈസ് കൺഫോംഡ് വിത്ത് ദി ടോട്ടൽ സിസ്റ്റം. അതായത് നമ്മൾ ഈ ഓരോ സബ് സിസ്റ്റത്തിനും എടുക്കുന്ന ഡിസിഷൻസ് അത് മറ്റുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് അവരുടെ തീരുമാനങ്ങളായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം, അവരെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. ഇൻ കൺഫോമിറ്റി വിത്ത് ദി ടോട്ടൽ സിസ്റ്റത്തിന് ഗുണകരമായ രീതിയിൽ, അതായത് ഓവറോൾ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു സ്ഥാപനത്തിലെ സബ് സിസ്റ്റത്തിൽപ്പെടുന്ന ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തീരുമാനം എടുക്കേണ്ടത്. ഇഫ് ദ സബ് സിസ്റ്റംസ് ആർ ഇൻ്റഗ്രേറ്റഡ് ത്രൂ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ദ ഓവറോൾ എഫിഷ്യൻസി ഫോർ ദി ഓൾ സിസ്റ്റം ക്യാൻ ബി അച്ചീവ്ഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ് സിസ്റ്റം, അതായത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ അത് പരസ്പരം നെറ്റ്വർക്കിലൂടെ മറ്റും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ നമ്മൾ സംയോജിപ്പിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ദ ഹോൾ സിസ്റ്റം അത് നമുക്ക് എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഹിയർ ദ അറ്റൻഷൻ ഈസ് പെയ്ഡ് ടുവേർഡ്സ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദി ഓൾ ഓർഗനൈസേഷൻ റാദർ ദാൻ ദി എഫക്റ്റീവ്നെസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സബ് സിസ്റ്റം. അപ്പോൾ ഇവിടെ സിസ്റ്റം അപ്രോച്ച് പ്രകാരം ഒരു സ്ഥാപനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അല്ല പ്രത്യേകം അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ള ആ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയായിരിക്കണം. അതിലേക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലീഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്ഥാപനം ഒരു സിസ്റ്റമാണ്, അതിൽ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്, സബ് സിസ്റ്റം ഉണ്ട്. ഈ സബ് സിസ്റ്റം എല്ലാം കൂടി ചേർന്നതാണ് സ്ഥാപനം എന്ന് പറയുന്നത്. ഓരോ സബ് സിസ്റ്റം, ഇവിടെ ഉദാഹരണത്തിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയായിരിക്കണം. ആ രീതിയിലായിരിക്കണം കാര്യങ്ങളെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് സിസ്റ്റം അപ്രോച്ച് പറയുന്നത്. ഇനി മറ്റൊരു അപ്രോച്ചാണ് കണ്ടിൻജൻസി ഓർ സിറ്റുവേഷൻ അപ്രോച്ച് എന്ന് ഇതിന് പറയാറുണ്ട്. അപ്പോൾ കണ്ടിൻജൻസി അപ്രോച്ചെന്നും സിറ്റുവേഷൻ അപ്രോച്ചും രണ്ടും ഒന്നിനാണെന്ന് ഓർത്തിരിക്കുക. കണ്ടിൻജൻസി ഓർ സിറ്റുവേഷൻ അപ്രോച്ച് ഈസ് ദി ലേറ്റസ്റ്റ് അപ്രോച്ച് ഇൻ മാനേജ്മെൻറ്റ്. ഫോർ മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു രീതിയാണ്, അപ്രോച്ച് തന്നെയാണ് കണ്ടിൻജൻസി ഓർ സിറ്റുവേഷൻ അപ്രോച്ച്. ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഹാവ് ഡെവലപ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് ദർ ഈസ് നോ സിംഗിൾ ബെസ്റ്റ് മെത്തേഡ് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു മാനേജറിയൽ പ്രോബ്ലംസ്.
അപ്പോൾ നമുക്ക് മാനേജറിയൽ പ്രോബ്ലംസിന് ഒരു സിംഗിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതായത് മാനേജേഴ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ മെത്തേഡ് വെച്ചല്ല നമ്മളതിനെ സോൾവ് ചെയ്യുന്നത്. ദ ഹോൾ ബോഡി ഓഫ് ദി മാനേജ്മെൻറ്റ് നോളജ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് ബൈ ദി മാനേജേഴ്സ് സെലക്റ്റീവ്ലി ആൻഡ് അക്കോർഡിംഗ് ടു ദി നീഡ്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഓഫ് ഈച്ച് കേസ്. അപ്പോൾ നമ്മൾ ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷനിലും ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വർക്കായൊരു മെത്തേഡ് ഇതുപോലൊരു സിറ്റുവേഷൻ വേറൊരു രാജ്യത്തുണ്ടാവുകയാണെങ്കിൽ അവിടെ വർക്കാവണമെന്നില്ല. കാരണം നമ്മൾ മാനേജേഴ്സ് കൂടുതലും ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സുമായിട്ടാണ്. മനുഷ്യരുടെ വിചാരങ്ങൾ, അവരുടെ മനോഭാവങ്ങൾ അതെല്ലാം ഓരോ സ്ഥലങ്ങളിലും ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓരോ ആളുകളുടെയും നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുകളുടെ മനോഭാവവും അവർ ജീവിക്കുന്ന ആ ഒരു ജീവിത സാഹചര്യങ്ങളും അതെല്ലാം വെച്ചുകൊണ്ട് അതാത് സിറ്റുവേഷന് ആപ്റ്റായിട്ടുള്ള യോജിച്ച ഒരു മാനേജീരിയലായിട്ടുള്ള ആ ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് കണ്ടിൻജൻസി ഓർ സിറ്റുവേഷൻ അപ്രോച്ച് പറയുക. പിന്നെ അതർ വേർഡ്സ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് മാനേജ്മെൻറ്റ് ഷുഡ് ബി അപ്ലൈഡ് സിറ്റുവേഷനലി. അപ്പോൾ ഇതിനെ സിറ്റുവേഷൻ അപ്രോച്ച് എന്ന് പറയാൻ കാരണം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും മറ്റും കാര്യങ്ങളൊക്കെ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും അപ്ലൈ ചെയ്യേണ്ടതാണ്. സിറ്റുവേഷൻ എന്താണ് സാഹചര്യം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഏത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കണ്ടിൻജൻസി ഒരു സിറ്റുവേഷൻ അപ്രോച്ച് പറയുക. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എഴുതാം. ഇനി നമുക്ക് ഓപ്പറേഷണൽ അപ്രോച്ച് എന്താണെന്നുള്ളത് നോക്കാം. ഓപ്പറേഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് റെക്കഗ്നൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ സെൻട്രലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഫോർ ദി മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഓപ്പറേഷണൽ അപ്രോച്ച് പ്രകാരം മാനേജ്മെൻറ്റിന് ഒരു സെൻട്രലൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള എല്ലാ അറിവുകളും കൂടി ചേർന്ന ഒരു സംവിധാനം, ഒരു അറിവിൻ്റെ ഒരു ശാഖ തന്നെ മാനേജ്മെൻറ്റിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇറ്റ് ഓൾസോ ബോറോസ് റെലവൻറ്റ് നോളജ് ഫ്രം അതർ ഡിസിപ്ലിൻസ്. മാനേജ്മെൻറ്റിൻ്റെ അത്തരത്തിലുള്ള അറിവുകൾക്ക് പുറമേ നമ്മൾ മറ്റ് ഡിസിപ്ലിനിൽ നിന്നൂടെ എക്കണോമിക്സിൽ നിന്നും സോഷ്യോളജിയിൽ നിന്നും അത്തരത്തിലുള്ള അറിവുകളെല്ലാം തന്നെ മാനേജ്മെൻറ്റിൽ ഒരു മാനേജർ അയാളുടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. കൂൺസ് ആൻഡ് ഓഡണൽ ആർ ദി അഡ്വക്കേറ്റ്സ് ഓഫ് ഓപ്പറേഷണൽ അപ്രോച്ച്. ഈ ഒരു ഓപ്പറേഷണൽ അപ്രോച്ചിൻ്റെ അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരകർ എന്ന് പറയുന്നത് കൂൺസും ഓഡണലും അല്ലേ, കൂൺസ് ആൻഡ് ഓഡണൽ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് വിദഗ്ധന്മാരാണ്. ദിസ് അപ്രോച്ച് ഓൾസോ ട്രീറ്റ് ദ മാനേജ്മെൻറ്റ് ആസ് യൂണിവേഴ്സൽ. അപ്പോൾ മാനേജ്മെൻറ്റിനെ ഒരു യൂണിവേഴ്സലായിട്ടാണ്, അതിൽ എല്ലാ തരത്തിലും എല്ലാ കാലഘട്ടത്തിലും ഏത് തരത്തിലുള്ള സ്ഥാപനമാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ടാണ് മാനേജ്മെൻറ്റിനെ കരുതുന്നത്. മാനേജ്മെൻറ്റ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു എനി പർട്ടിക്കുലർ ഓഫീസ് ഓർ ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ കാറ്റഗറിയിൽപ്പെട്ട ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ മാത്രമായിട്ട് യോജിച്ചതാണ് എന്ന് ഇവിടെ പറയുന്നില്ല. എന്നുവെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഓപ്പറേഷണൽ അപ്രോച്ച് പറയുന്നത്. The body of knowledge of management is applicable in all types of organization, whether government or private or social or religious. അപ്പോൾ അതായത് ഒരു മതപരമായ സ്ഥാപനമാണെങ്കിലും ഒരു സോഷ്യൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിലും ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിലും എല്ലാ തലത്തിലും നമുക്ക് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ദിസ് അപ്രോച്ച് ഓൾസോ എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ എൻവയറമെൻറ്റ് ഇൻ വിച്ച് ദ മാനേജേഴ്സ് ഓപ്പറേറ്റ് ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ് ആൻഡ് ഹെൻസ് ദ പ്രോബ്ലംസ് ഓഫ് മാനേജേഴ്സ് ആർ ഓൾസോ ഡിഫറെൻറ്റ്. അപ്പോൾ ഇവിടെയും പറയുന്നത് ഓരോ മാനേജർമാരും ഡീൽ ചെയ്യുന്ന ആ ഒരു എൻവയറമെൻറ്റ്, അവരുടെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും, മറ്റൊരു മാനേജറിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ദ പ്രോബ്ലംസ് ഓഫ് മാനേജേഴ്സ് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദി എൻവയറമെൻറ്റ് ഇൻ വിച്ച് ദേ ആർ ഓപ്പറേറ്റിംഗ്. ഓരോ മാനേജേഴ്സും അവർ വർക്ക് ചെയ്യുന്ന പരിസ്ഥിതി എൻവയറമെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ പ്രശ്നങ്ങളും. ദ പ്രോബ്ലംസ് ഓഫ് മാനേജേഴ്സ് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദി എൻവയറമെൻറ്റ് ഇൻ വിച്ച് ദേ ആർ ഓപ്പറേറ്റിംഗ്. Therefore, a good manager should acquire the knowledge of management and he should apply it only by considering the environment in which he is working. അപ്പോൾ ഓപ്പറേഷൻ അപ്രോച്ച് പറയുന്നത് ഒരു നല്ലൊരു മാനേജറാണെങ്കിൽ ഹി ഷുഡ് അക്വയർ ദ നോളജ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള പരമാവധി അറിവുകൾ അദ്ദേഹം നേടണം. ആൻഡ് ഹി ഷുഡ് അപ്ലൈ ഇറ്റ് ഓൺലി ബൈ കൺസിഡറിങ് ദി എൻവയറമെൻറ്റ് ഇൻ വിച്ച് ഹി ഈസ് വർക്കിംഗ്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഒരു സാഹചര്യം എന്താണ് എൻവയറമെൻറ്റ്, അത്തരം കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ട് വേണം അദ്ദേഹം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഓപ്പറേഷണൽ അപ്രോച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. അങ്ങനെ ജസ്റ്റ് മനഃപ്പാടമാക്കാതെ കാര്യങ്ങൾ എന്താണ് സെൻറ്റൻസിന് അർത്ഥം എന്നൊക്കെ മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻ, ഹെൻറി ഫയോൾ അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് ശാഖയ്ക്ക് അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. താങ്ക്